2017 മാനഗരം വന്നു, 2019 കൈദി വന്നു, 2020-21 കാലഘട്ടത്തിലാണ് മാസ്റ്റർ എന്ന ചിത്രം, അതായത് കൊറോണ കാലത്തിന് ശേഷമാണ് മാസ്റ്റർ എന്ന ചിത്രം വന്നത്. ആ ചിത്രത്തിനെയൊന്നും ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. വിക്രം എന്ന ചിത്രം വന്നപ്പോൾ ആണ് ഒരു LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള ഒരു സംഭവം വന്നത്. അപ്പോൾ ഇതും ഈ വിക്രവും കൈദിയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വന്നു. അതൊരു യൂണിവേഴ്സ് ആണെന്നൊരു കോൺസെപ്റ്റ് വന്നു. അതിനുശേഷമാണ് ലിയോ വന്നത്. അപ്പോൾ അതിനുള്ളിലും LCU കോൺസെപ്റ്റ് വർക്കായി. അതിനുശേഷമാണ് ഈ ഇപ്പോൾ വന്ന കൂലി എന്ന ചിത്രം വന്നത്. മാസ്റ്റർ പോലെ തന്നെ കൂലിയും യൂണിവേഴ്സിലുള്ള സിനിമയല്ല. ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനുള്ളിൽ പ്രേക്ഷകരെ കുടിയിരുത്തി. അപ്പോൾ അവരുടെ ചിന്ത ആ വഴിക്ക് നീങ്ങും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ കൂലി എന്ന ചിത്രത്തിൽ ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് ലോകേഷിൻ്റെ മുൻ ചിത്രങ്ങളിലുള്ള ആരെങ്കിലുമായി ഒരു ബന്ധം ഉണ്ടാവുമോ? അങ്ങനെയുള്ള ചിന്തയിൽ ചെന്നിരുന്ന ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ സിനിമ ഏറ്റവും വലിയൊരു ബോർ ചിത്രമായിട്ട് തോന്നും. പക്ഷേ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് മൂവിയായിട്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമാറ്റിക് യൂണിവേഴ്സിൽ പുറത്തുള്ളൊരു ചിത്രമായിട്ട് മാത്രം ഈ ചിത്രത്തെ കാണുകയാണെങ്കിൽ ഒരു നല്ല സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.